ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പൂഞ്ഞാർ. പൂഞ്ഞാർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് മണ്ഡലത്തിലൊരു ഫീഡ്ബാക്ക്? മണ്ഡലത്തിൽ LDFിൻ്റെ വിജയം സുനിശ്ചിതമാണ്. പക്ഷേ നമ്മുടെ ഒരു പ്രധാന പ്രതിയോഗിയായ BJP മുൻ MLA ശ്രീ PC ജോർജ്, അദ്ദേഹം പരാജയഭീതിയിൽ നിന്നും ഏത് കൃത്രിമ മാർഗം ഉപയോഗിച്ചും ജയിക്കാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായി പ്രകടനത്തിന് ആളെ ഇറക്കാൻ സാരി വിതരണം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നലെ അരുവിത്തറ 17-ാം വാർഡിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പണവുമായി ആളുകളെ അയക്കുന്നു. അത് നമ്മുടെ പ്രവർത്തകർ പിടിച്ചു. പണം കൊടുക്കുന്ന രംഗം വീഡിയോയിൽ പകർത്തുകയും ചെയ്തു. ഇന്നിപ്പോൾ ഒരു സംഭവം കൂവപ്പള്ളി, അതായത് പാർത്തോട് പഞ്ചായത്തിലെ 102, 103, 104 ബൂത്തുകൾ. ആ ബൂത്തുകളിൽ നമ്മുടെ പ്രവർത്തകരെ അവിടെ സമാധാനപരമായി പ്രവർത്തിക്കാൻ അനുവദിക്കാതെ BJP പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് അവരുടെ പക്ഷം പിടിച്ചുകൊണ്ട് ചില പോലീസ് ഉദ്യോഗസ്ഥർ, അത് പോലീസിൽ അവരെ ഏത് നിലയിൽ സ്വാധീനം ചെലുത്തിയിട്ട് ചില പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ പ്രവർത്തകരെ അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുകയും അവരെ അവിടുന്ന് വിരട്ടി ഓടിക്കുകയും മോശം ഭാഷയിൽ സംസാരിക്കുകയും നമ്മുടെ പ്രവർത്തകരുടെ മേൽ മെക്കിട്ട് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞാനതുവഴി ബൂത്ത് പര്യടനമായി ചെന്നപ്പോൾ നമ്മുടെ പ്രവർത്തകർ ഒന്നടങ്കം വന്ന് എന്നോട് പരാതി പറഞ്ഞു. അപ്പോൾ തന്നെ അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ ആ നിലയിൽ ചോദ്യം ചെയ്യുകയും നിയമ ക്രമസമാധാന പാലനവും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനവും നീതിനിഷ്ഠമായിരിക്കണമെന്നും എല്ലാവരോടും ഒരേ നിലയിലുള്ള നിലപാടേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നും BJP പ്രവർത്തകരുടെ BJPക്ക് വേണ്ടി പക്ഷം പിടിച്ചുകൊണ്ട് LDF പ്രവർത്തകരെ അവരുടെ പക്ഷപാതപരമായി പെരുമാറിയാൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വളരെ കർശനമായി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ബോധപൂർവ്വം ചില പോലീസുകാർ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ബോധപൂർവ്വം ചില പോലീസുകാർ BJP സ്ഥാനാർത്ഥിയുടെ പ്രലോഭനത്തിനും സ്വാധീനത്തിനും വഴങ്ങി ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ അത്. അപ്പോൾ അത് ഇടപെട്ടുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു. എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? പോലീസ് നീതിനിഷ്ഠമായിട്ട് വേണമല്ലോ പെരുമാറാൻ. പോലീസ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിച്ചും ക്രമസമാധാന പരിപാലനം ഉറപ്പുവരുത്തിക്കൊണ്ടും എല്ലാ മുന്നണി പ്രവർത്തകരോടും ഒരേ രീതിയിലുള്ള സമീപനം എടുക്കണമല്ലോ. അതുണ്ടാവാൻ പാടുള്ളൂ എന്ന് വളരെ കർക്കശമായി പറഞ്ഞു. ഏതായാലും അതിനുശേഷം ഇപ്പോൾ പോലീസ് വളരെ മര്യാദയാണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പിന്നീട് ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല. അതിനുശേഷം നമ്മുടെ പ്രവർത്തകർക്ക് അവിടെ സമാധാനപരമായി വോട്ടഭ്യർത്ഥിക്കാനും ഇലക്ഷൻ്റെ ബൂത്തുമായി ബന്ധപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള അട്ടിമറികൾ ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പൂഞ്ഞാർ അവരുടെ പരാജയഭീതിയിൽ നിന്നാണല്ലോ ഇത്തരം കുൽസിത മാർഗ്ഗങ്ങളുമായി BJP ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നമ്മൾ വിജയിക്കും. എത്ര വോട്ടിന് വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ തവണത്തേതിലും മികച്ച ഭൂരിപക്ഷം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തെല്ലാം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കി വോട്ടിനെ അട്ടിമറിക്കാൻ പരിശ്രമിച്ചാലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് LDF പൂഞ്ഞാറിൽ വിജയിക്കുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസമാണ് സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ പങ്കുവയ്ക്കുന്നത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.